പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വെല്ലിത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ആദ്യ ഡയറക്ടർ ആണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസിന്റെ ചെയർമാനായിരുന്നു. ആയുർവേദത്തിലും ഗവേഷണം നടത്തിയിട്ടുണ്ട്. പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, അലോപ്പതിക്ക് പുറമെ ആയുർവേദത്തിലും അഗ്രഗണ്യനായിരുന്നു ഡോക്ടർ MS വെല്ലിത്താൻ. അത്തരം വ്യക്തിത്വങ്ങൾ വളരെ അപൂർവമാണ് എന്നുകൂടി പറയാം. അദ്ദേഹത്തിൻ്റെ സ്മരണകളിലേക്ക് പോയാൽ നിരവധി വിഷയങ്ങളുണ്ട്. എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷെ, മണിപ്പാലിൽ വെച്ച് ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 24 മെയ് 1934 മാർത്താണ്ഡ വർമ്മയുടെയും അതുപോലെ തന്നെ ജാനകി വർമ്മയുടെയും മകനായി മാവേലിക്കരയിലായിരുന്നു ഡോക്ടർ വെല്ലിത്താന്റെ ജനനം. തിരുവനന്തപുരം ശ്രീ ചിത്ര മെഡിക്കൽ സയൻസിന്റെ ആദ്യ ഡയറക്ടറാണ്. ഒപ്പം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VC കൂടിയായിരുന്നു അദ്ദേഹം. ശ്രീ ചിത്രയിൽ ഏകദേശം 20 വർഷത്തെ സേവനത്തിന് ചെയ്തതിനു ശേഷമാണ് അദ്ദേഹം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ചുകാരൻ കൂടിയാണ് അദ്ദേഹം. പ്രധാനമായും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനത്തിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അദ്ദേഹം MBBS നേടിയത്. ഒപ്പം MS പഠനം യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂളിൽ നിന്നായിരുന്നു. ചാണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ കുറച്ചുകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജോലി കിട്ടിയപ്പോഴും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകത. നമ്മൾ എടുത്തു പറയുന്നത് ഹൃദയ ശസ്ത്രക്രിയയെ കുറിച്ച് ഉന്നത പഠനത്തിനായി അദ്ദേഹം ജോൺ ഹോപ്കിൻസ് അടക്കമുള്ള ഉന്നത വിദേശ സർവകലാശാലയിൽ പോയിരുന്നു. ഒപ്പം മെഡിക്കൽ സാങ്കേതിക വിദ്യക്ക് കൂടുതൽ ഊന്നൽ നൽകി വിദേശത്തു നിന്നും വലിയ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്ന ഹൃദയ വാൽവുകൾ ശ്രീ ചിത്രയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ ആദ്യമായി കുറഞ്ഞ വിലയ്ക്ക് വാൽവ് ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളുടെ മാറ്റ് വളരെ കൂടുതലാണ്. ഒപ്പം രക്തബാഗുകൾ നിർമ്മിച്ച് വ്യാപകമാക്കിയതും മറ്റൊരു ഉദാഹരണമാണ്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അലോപ്പതി ഡോക്ടർമാരും ആയുർവേദക്കാരും തമ്മിൽ പലപ്പോഴും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറുള്ളപ്പോഴും രണ്ടിലും അതിൻ്റെതായ ഗുണങ്ങൾ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയിലെ ആരോഗ്യ സാങ്കേതിക വിദ്യയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് ആദ്യം 1990 പത്മശ്രീയും 2005 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. 1999 ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തിന് ഷെവലിയർ പട്ടം നൽകി. അന്താരാഷ്ട്ര മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള സംഭാവനകൾക്ക് 2009 ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ നിന്ന് ഡോക്ടർ സാമുവൽ P. ആസ്പർ ഇന്റർനാഷണൽ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അതിൽ തീർച്ചയായും വൈദ്യശാസ്ത്ര രംഗത്തിന് നിരവധി സംഭാവനകൾ നൽകിയ ഡോക്ടർ ആയിരുന്നു. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ MS വെല്ലിത്താൻ ഓർമ്മകളിൽ നിറയുന്നത് വലിയ തുക മുടക്കിക്കൊണ്ട് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഹൃദയവാൽവ് നമ്മുടെ കേരളത്തിൽ തന്നെ ചെറിയ തുകയിൽ നിർമ്മിക്കാൻ സാധിക്കും എന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പരീക്ഷണങ്ങളുടെ ഫലം കൂടി ആയിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നമുക്ക് വരും വാർത്തകളിലും ഉൾപ്പെടുത്താം. ഡോക്ടർ MS വെല്ലിത്താൻ്റെ മരണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി. വൈദ്യശാസ്ത്ര ലോകത്തിന് കേരളം നൽകിയ മഹത്തായ സംഭാവനയാണ് ഡോക്ടർ MS വെല്ലിത്താൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗതവും ആധുനികവുമായ വൈദ്യശാസ്ത്ര ചികിത്സാ സമ്പ്രദായങ്ങളെ അദ്ദേഹം സമന്വയിപ്പിച്ചു. ഡിസ്പോസിബിൾ ബ്ലഡ് ബാങ്ക്, തദ്ദേശീയമായി കുറഞ്ഞ ചെലവിൽ ഹൃദയവാൽവ് എന്നിവ വികസിപ്പിക്കുന്നതിലും പങ്കുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുശോചനത്തിൽ വ്യക്തമാക്കി.